ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെ SSK ഫണ്ടിന്റെ ആദ്യ ഗഡു സംസ്ഥാനത്തിന് കൈമാറി കേന്ദ്ര സർക്കാർ. 92 കോടി 41 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു. ഇനി കേരളത്തിന് ലഭിക്കാനുള്ളത് 17 കോടി രൂപയാണ്. MG പ്രതീഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു, പിന്നീട് അത് മരവിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തു. പക്ഷേ മരവിപ്പിക്കാനുള്ള കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചോ എന്നതിൽ ഉറപ്പില്ല. ആ കത്ത് അവിടെ കിട്ടുന്നതിന് മുമ്പ് എന്തായാലും ആദ്യ ഗഡു പണം കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്? എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നെങ്കിലും പദ്ധതിയിൽ നിന്ന് കേരളം ഇതുവരെയും പിന്മാറിയിട്ടില്ല. ധാരണാപത്രം തൽക്കാലം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം മാത്രമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അത് ഇക്കാര്യം രേഖാമൂലം കേന്ദ്രത്തെ അറിയിച്ചു എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഘട്ടത്തിലാണ് കേരളം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കേരളം സമർപ്പിച്ച പ്രപ്പോസലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. SSK ഫണ്ടായി 92 കോടി 41 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്കൗണ്ടിലെത്തി. 109 കോടി രൂപയുടെ പ്രപ്പോസലാണ് കേന്ദ്രത്തിന് കേരളം സമർപ്പിച്ചത്. ഇതിൽ 92 കോടി 41 ലക്ഷം രൂപയാണ് ഈ റെക്കറിംഗ് ഫണ്ട് ഇനത്തിൽ ഇപ്പോൾ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. നോൺ റെക്കറിംഗ് ഫണ്ട് ഇനത്തിൽ 17 കോടി രൂപ കൂടി ലഭിക്കും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ഈ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേരളം നിലപാട് അറിയിച്ചിരുന്നു. ഈ സ്പെഷ്യൽ സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിനിടെയാണ് ഈ കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല എന്നുള്ള കാര്യം കേരളം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ ഫണ്ട് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിന് അർഹതയുള്ള ബാക്കി തുക കൂടി നൽകും എന്നുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഗഡുവും വൈകാതെ തന്നെ സംസ്ഥാനത്തിന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് വലിയ എതിർപ്പ് CPI ഉയർത്തിയിരുന്നു. ആ എതിർപ്പ് ഉയർത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ കേന്ദ്ര ഫണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇനി PM ശ്രീ പദ്ധതിയെ എതിർക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാനുള്ള നിലപാട് ശരി പ്രതീക്ഷ? എന്തായാലും PM ശ്രീ MOU ഇമ്പാക്റ്റ് ആണോ ഈ തീരുമാനം എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു. അതിൽ നിന്ന് ആ MOU മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തെങ്കിലും ആ തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് ആ അറിയിപ്പ് കേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ ആദ്യ ഗഡു, ആ കുടിശ്ശികയുടെ ആദ്യ ഗഡു കേരളത്തിന് അനുവദിക്കുകയും ചെയ്തു. അത് എന്താണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി കേന്ദ്രം അതിൽ ആ കുടിശ്ശിക നൽകിയതാകാം എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട്. എന്തായാലും അതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം PM ശ്രീ വിവാദം ചർച്ചയാക്കി ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ ഭൂരിഭാഗം അംഗങ്ങളും നേതൃത്വത്തെ അഭിനന്ദിച്ചെങ്കിലും നേട്ടത്തിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചർച്ച കൂടാതെ ഒപ്പിട്ടതിൽ കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവെച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു. ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടിക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ദോശ ചുടുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കത്തയക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും
സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം നൽകി. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. കണ്ണൂരിൽ എഴുത്തുകാരൻ ടി പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഫോം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. SIR-നെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ: SIR എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിയുടെ ഒരു ശുദ്ധീകരണമാണ്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLO-മാർക്ക് ഒരു മാസം പൂർണ്ണമായി SIR ഡ്യൂട്ടിയായിരിക്കും. BLO-മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരടു പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ചത് പുകവലി ചോദ്യം ചെയ്തതിന് എന്ന് റിമാൻഡ് റിപ്പോർട്ട്. പരാതിപ്പെടുമെന്ന് പറഞ്ഞത് പ്രതിയെ പ്രകോപിപ്പിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കോട്ടയത്തെ 2 ബാറുകളിൽ കയറി മദ്യപിച്ച ശേഷം പ്രതിയും സുഹൃത്തും കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. ശുചിമുറിക്ക് സമീപം നിന്ന് പുകവലിച്ചത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തത് പ്രതിയെ പ്രകോപിപ്പിച്ചു. വാതിൽപ്പടിയിലിരുന്ന സ്ത്രീകുട്ടിയെ ശക്തിയായി ചവിട്ടി പുറത്തേക്കെറിഞ്ഞു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. യാത്രക്കാരുടെ സഹായത്തോടുകൂടിയാണ് അർച്ചന രക്ഷപ്പെടുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പ്രതി ചവിട്ടി എറിഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വധശ്രമമടക്കമുള്ള 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം പോലീസ് അന്വേഷണവും സംഭവത്തിൽ തുടരുകയാണ്. നിർണായകമായ CCTV ദൃശ്യങ്ങൾ കേരള എക്സ്പ്രസിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രതിയായിട്ടുള്ള സുരേഷ് തന്നെയാണ് പെൺകുട്ടികളെ ചവിട്ടിയെറിയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എന്നുള്ളത് വ്യക്തമാണ്. കൂടാതെ ഈ CCTV ദൃശ്യങ്ങളും കേസന്വേഷണത്തിൽ നിർണായകമാകും. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക ICU യൂണിറ്റിലാണ് ചികിത്സയിൽ തുടരുന്നത്. തലക്കേറ്റ ക്ഷതമാണ് ആരോഗ്യസ്ഥിതി മോശമാക്കുന്നത്. സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുവെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ പിടികൂടാനായില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടി എന്നാണ് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. വിയൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിൽ നടന്നു. തൃശ്ശൂരിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. തൃശ്ശൂർ നഗര പരിസരത്തും ഒപ്പം തന്നെ വിയ്യൂർ ജയിലിന്റെ പരിസരത്തും ഒപ്പം തൃശ്ശൂരിന്റെ ജില്ലാ അതിർത്തികളിലുമാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത്. എന്നാൽ ഇതുവരെയും ബാലമുരുകനെ കുറിച്ചുള്ള ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഉള്ളത്. രാവിലെ ഈ ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായ ഈ പ്രദേശത്തെ പരിശോധന നടത്തിയിരുന്നു. ബാലമുരുകന്റെ ചെരുപ്പ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ നായ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയത്. ഇതിനിടയിൽ നായ ഓടിക്കയറിയത് ഒരു സമീപത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ്. എന്നാൽ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ ഈ പോലീസ് സംഘം ശേഖരിച്ച് അത് പരിശോധിച്ചു. എന്നാൽ ഈ ബാലമുരുകന്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ ഒന്നും തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായുള്ളത്.
പാലക്കാട് ഭാഗത്തേക്ക് ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഭാഗം കേന്ദ്രീകരിച്ചുള്ള ജില്ലാ അതിർത്തികളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ബാലമുരുകൻ ഈ രക്ഷപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്നത് കറുത്ത ഒരു ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു. ഈ വസ്ത്രങ്ങൾ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഒപ്പം തന്നെ ഈ ബാലമുരുകൻ രക്ഷപ്പെടുമ്പോൾ നേരത്തെ 2 വട്ടവും സ്വീകരിച്ച ഒരു രീതിയുണ്ട്. കുറേ സമയം ഒളിച്ചിരിക്കുക, അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തെങ്കാശിയിലോ കോയമ്പത്തൂരോ ഉള്ള ഈ ബാലമുരുകന്റെ ഏതെങ്കിലും ഒളി സങ്കേതത്തിലേക്ക് രക്ഷപ്പെടുക. അതിനായി ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുകളാണ്. ഇത്തരത്തിൽ ഈ ബൈക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അന്വേഷണ സംഘം ഈ പോലീസിനെ വിവരം അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ബാലമുരുകന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരച്ചിൽ ഇപ്പോഴും വ്യാപകമായി തുടരുകയാണ്. അതേസമയം ഈ തമിഴ്നാട്ടിലെ പോലീസ് സംഘം ഇപ്പോഴും തൃശ്ശൂർ തുടരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലും ഈ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. മുസ്ലിം പുരുഷന്റെ 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോടതി. ആദ്യ ഭാര്യ എതിർപ്പറിയിച്ചാൽ 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് മതം അവകാശത്തേക്കാൾ പ്രാധാന്യം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് കേസിലാണ് കോടതിയുടെ നിരീക്ഷണം? ഇതൊരു ഉത്തരവാണോ അതോ കോടതിയുടെ പരാമർശമോ നിരീക്ഷണമോ ആണോ? വിജയകുമാർ, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് നിർണായകമായ നിരീക്ഷണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് നിരീക്ഷണത്തിന് സംഭവിച്ച അല്ലെങ്കിൽ നിരീക്ഷണത്തിന് ഭാഗമായ കാര്യം 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഒരു മുസ്ലിം പുരുഷൻ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയും സംസ്ഥാന സർക്കാരിനോട് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. 2008 കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് നിയമപ്രകാരം 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ഭാര്യയുടെ സമ്മതം വേണമെന്ന് കോടതി വ്യക്തമാക്കി. ആദ്യ ഭാര്യയുടെ മൊഴി കോടതിക്ക് അവഗണിക്കാൻ കഴിയില്ലെന്നും വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ മതം ദ്വിതീയമാണെന്നും ഭരണഘടനാ അവകാശങ്ങളാണ് പരമോന്നതമായി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ മതാചാര നിയമം ബാധകമല്ലെന്നും ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയോ ആദ്യ വിവാഹം നിലവിലുണ്ടായിരിക്കുകയോ ചെയ്യുമ്പോഴാണ് സമ്മതം ആവശ്യമായി വരുന്നതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രധാനമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു നിരീക്ഷണം എന്നാണ് വ്യക്തമാക്കിയെങ്കിൽ അതൊരു ഉത്തരവായി തന്നെ ഇപ്പോൾ ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. വിജയകുമാർ, യെസ്, ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമാകുന്നു. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവും നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനം എന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകളുള്ളപ്പോൾ ഇന്ന് രാവിലെയാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി എത്തിയത്. സ്ത്രീ വോട്ടർമാരെ പരമാവധി ഒപ്പം നിർത്താനാണ് ലക്ഷ്യം. അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 30,000 രൂപ എത്തിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കർഷകർക്ക് വേണ്ടിയുമുണ്ട് പ്രഖ്യാപനങ്ങൾ. നെല്ലിന് ക്വിന്റലിന് 300 രൂപയും ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമെ അധിക സഹായമായി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അധികാരത്തിലെത്തുന്നതിനെ കുറിച്ചല്ല, റിട്ടയർമെന്റ് പദ്ധതികളെക്കുറിച്ചാണ് തേജസ്വി സംസാരിക്കേണ്ടത് എന്നതായിരുന്നു ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറിന്റെ പരിഹാസം. സംസ്ഥാനത്ത് NDA ചുഴലിക്കാറ്റാണ്, സുനാമിയാണ് ആഞ്ഞു വീശുന്നത് എന്നതായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ, അസം മുഖ്യമന്ത്രി BJP നേതാവുമായ ബിശ്വ ശർമ്മയുടെ ഇന്നത്തെ പ്രതികരണം. 160 സീറ്റിലെങ്കിലും വിജയിക്കുമെന്നതാണ് അമിത്ഷാ ഇന്ന് പങ്കുവച്ച ആത്മവിശ്വാസം. ഏതായാലും ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള നേതാക്കൾ അവസാന ദിവസം പ്രചാരണത്തിനായി രംഗത്തിറങ്ങി എന്നത് ശ്രദ്ധേയമാണ്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. തേജസ്വി, ഒപ്പം തന്നെ BJPയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി, ഗായിക മൈഥിലി ഠാക്കൂർ അടക്കമുള്ള പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തന്നെയാണ് വോട്ട് തേടുന്നത്. നവംബർ 11-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.